ഈ പ്രാവശ്യം എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഈ ബുക്കിൻ്റെ ഇടയിലാണ് കേട്ടോ. ജേഡുവിന് സ്കൂളിൽ നിന്ന് ബുക്സ് എല്ലാം വന്നിട്ടുണ്ട്, സ്കൂൾ ആക്സസറീസ് മൊത്തം. അതൊന്നും പൊതിയാനുള്ള പെടാപ്പാടാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യത്തിൽ എളുപ്പമുണ്ട് കേട്ടോ. നമുക്ക് സ്കൂളിലൊന്നും പോയി വാങ്ങിക്കണം, നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്താൽ സാധനം എല്ലാം ഹോം ഡെലിവറി വരും, ഇൻക്ലൂഡിങ് സ്കൂൾ യൂണിഫോം, എല്ലാ സ്കൂൾ ആക്സസറീസും. അപ്പോൾ നമ്മളും അങ്ങനെ ഓൺലൈൻ പേയ്മെൻറ്റാണ് കൊടുത്തത് ഹോം ഡെലിവറിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഹോം ഡെലിവറി ചെയ്തു. ജേഡുവിൻ്റെ ഈ ബുക്ക് പൊതിച്ചിൽ എന്ന് പറയുന്ന പരിപാടി ജസ്റ്റിയുടെ പരിപാടിയായിരുന്നു എല്ലാ വർഷവും. ഈ പ്രാവശ്യം ജസ്റ്റ് എനിക്ക് വാക്കൊക്കെ തന്നു. അവസാനം വാക്ക് മാറിക്കളഞ്ഞു. വാക്ക് മാറിയൊന്നുമില്ല, ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് അങ്ങനെ കിടന്നു. അവസാനം എനിക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഞാൻ ബുക്ക് പൊതിയാൻ തുടങ്ങി. കാരണം കൊച്ചിന് ഓൾറെഡി സ്കൂൾ തുടങ്ങി. കൊച്ച് സ്കൂളിൽ ബുക്ക് പൊതിയാതെ പോകാൻ തുടങ്ങിയപ്പം പിന്നെ ഞാൻ കയറി ഏറ്റതാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ എന്തോരം എളുപ്പമായിരുന്നല്ലേ ബുക്ക് പൊതിച്ചിൽ. നമ്മുടെ കാരണവന്മാർ വല്ലതും അറിയുന്നുണ്ട്. നമ്മൾ പോകുന്നു, നമ്മൾ ബുക്ക് വായിച്ചുകൊണ്ട് വരുന്നു, നമ്മൾ പൊതിയുന്നു, 10 മിനിറ്റ് അല്ലെ ഒരു അരമണിക്കൂർ കൊണ്ട് കാര്യം കഴിയുന്നു, അത്രേ ഉള്ളൂ. ഇവിടുത്തെ ബുക്ക് പൊതിച്ചിൽ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ടാസ്ക് എങ്കിലും ഇതുപോലെ നമ്മൾ ഇളക്കി എടുക്കണം. അത് ബബിൾസ് ഒന്നും വരാതെ ഒട്ടിക്കണം. ഭയങ്കരമായിട്ട് അതിലെതിരെ ബബിൾസ് വരും. അതല്ല ഈ സ്റ്റിക്കി നോട്ട് പോലുള്ളല്ലേ, ഈ പണ്ടാരം എവിടെയെങ്കിലും കയറി ഒട്ടും. ഭയങ്കര പാടുണ്ട്. ഇതൊരു ട്രാൻസ്പെറൻറ്റ് സാധനമാണ്. ഒരു സൈഡ് മുഴുവൻ സ്റ്റിക്കായിട്ടുള്ള ആ പേപ്പർ വലിച്ചിളക്കി നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊണ്ടുവരണം. ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര പാട്. ഇത് സത്യം പറഞ്ഞതുണ്ട് ഒരു ട്രാൻസ്പെറൻറ്റാണ്. ഇത് ബുക്ക് പൊതിഞ്ഞോന്ന് ചോദിച്ചാൽ പൊതിഞ്ഞു, പൊതിഞ്ഞില്ലേന്ന് ചോദിച്ചാൽ പൊതിഞ്ഞില്ല. അത് അവസ്ഥ കണ്ടോ. ബുക്ക് റേപ്പ് ചെയ്തപ്പോഴും എനിക്ക് വേല ഞാൻ ബുക്ക് ഡ്രേപ്പിംഗ് എന്നാണ് പറയാൻ വന്നത് കേട്ടോ. പല പ്രാവശ്യം വായിൽ അക്ഷരപ്പശക് വന്നിട്ടുണ്ടല്ലോ. ഇതിനേക്കാളും വലിയ അക്ഷരപ്പശക സ്വപ്നങ്ങളിൽ. അങ്ങനെ ജേഡുവിൻ്റെ ബുക്ക് പൊതിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ മമ്മീനെയൊക്കെ ഓർത്തു കേട്ടോ. വല്ലോ മമ്മി അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഓർത്തു. നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോയി, നമ്മൾ പഠിച്ചു, നമ്മളെല്ലാം പൊതിഞ്ഞു, അത്രേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ബുക്ക് നമ്മൾ പൊതിയണം, പിള്ളേരുടെ ഹോംവർക്ക് നമ്മൾ ചെയ്യിക്കണം, പിള്ളേരുടെ കൂടെ ഇരുന്ന് പഠിക്കണം, അസൈൻമെൻറ്റ് ചെയ്തോന്ന് നോക്കണം, ഹോംവർക്ക് വന്നോന്ന് നോക്കണം, ടെൻഷൻ മൊത്തവും നമുക്ക്. അങ്ങനെ ഒരാൾ എന്നെ സഹായിക്കാന്നൊക്കെ പറഞ്ഞ് വന്നായി കാണുന്നത് കേട്ടോ. അവൻ്റെ കുറേ സഹായം. അങ്ങനെ ബുക്ക് പൊതിച്ചിലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി. ഒരു ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നേരെ ഞാൻ ക്ലേഴ്സിൽ കയറിയിട്ട്. എനിക്ക് ക്ലേഴ്സ് കാണുമ്പോൾ എന്തോ തലയ്ക്ക് ഭ്രാന്താന്ന് തോന്നുന്നു. അത് ഫുള്ള് ഹെയർ ആക്സസറീസ് അല്ലേ. ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഹെയർ ആക്സസറീസ് കളക്ഷനുള്ളൊരു ഷോപ്പാണ് ഈ ക്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ പോയി കുറേ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭ്രാന്തി ഹെയർ ബാൻഡ് എന്ന് പറയുന്നത്. നോക്കി എന്ത് ഹെയർ ബാൻഡ് കളക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ മൂട്ടിൽ കൂടെ വെള്ളം ഇറക്കി ഞാൻ കുറേ നടന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. ഞാൻ ഒത്തിരി മസ്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ കാണുമ്പോൾ എന്തോ എൻ്റെ കൈ ധരിക്കും, പ്രത്യേകിച്ച് ഹെയർ ആക്സസറീസ്. അങ്ങനെ ഞാൻ ഒരു പെങ്കൊച്ചുണ്ടെന്ന് ഇതെല്ലാം വാങ്ങിക്കാറുണ്ടല്ലോ എന്ന് വരെ ഓർത്തു. അങ്ങനെ കുറച്ച് ആക്രി സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചു. അവിടുന്ന് നമ്മൾ നേരെ പോയത് നെക്സ്റ്റിൻ്റെ ഷോപ്പിലാണ് കേട്ടോ. അവിടെ നല്ല പ്രൊമോഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ ഉണ്ട്. ജേഡുവിൻ്റെ ടീഷർട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ പോക്കിമോൻ്റെ ക്യാരക്ടേഴ്സിലുള്ള ഒത്തിരി ടീഷർട്ടൊക്കെ ഉണ്ടായിരുന്നു. ജേഡുവിൻ്റെ ഫേവറേറ്റ് ഒരു ക്യാരക്ടറാണ് പോക്കിമോനും പോക്രിമോനും സ്പൈഡർമാനും സൂപ്പർമാനും എന്താ പറയണ്ടേ, ഇല്ലാത്ത മാന്മാരൊന്നും ഇല്ലായിരുന്നു. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം കേട്ടോ, നമ്മുടെ ഇന്ത്യൻസിൽ ഭൂരിഭാഗം ആൾക്കാരും സാധനങ്ങൾ ഡ്രസ്സ് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നത് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഡ്രസ്സ് വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര വേസ്റ്റ് ഓഫ് മണി. തീരെ കുറഞ്ഞ ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ ഇതുപോലുള്ള ബ്രാൻഡഡ് ഷോപ്പിൽ സെയിൽ വരുമ്പോൾ ഒറിജിനൽ പ്രൈസ് ഞാൻ പറയുന്നില്ല, നല്ല പ്രൊമോഷൻ വരും. ആ നല്ല പ്രൊമോഷൻ വരുമ്പം പോയി വാങ്ങിക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ഡ്രസ്സും കിട്ടും, നല്ല വിലക്കുറവിൽ. ഇതുകൊണ്ട് ഇവിടെ ഈ ഗ്യാപ്പിലൊക്കെ 29 ദിറംസല്ല സ്റ്റാർട്ടിങ്. അത്രയും വിലക്കുറവിലൊന്നും വേറൊരു സൂപ്പർ മാർക്കറ്റിലും കിട്ടത്തുമില്ല, നമുക്ക് വാങ്ങിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത്, എനിക്കൊന്ന് അവരുടെ വിചാരം ഇതുപോലുള്ള കടകളിലൊക്കെ ഭയങ്കര വിലയാണെന്നെന്തോ വിചാരിച്ചാന്ന് തോന്നുന്നു ആൾക്കാർ പകുതി പേര് ഹൈപ്പർ മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി ഡ്രസ്സ് എടുക്കുന്നത്. ഇതുപോലുള്ളതൊക്കെ കയറി എടുക്കുകയാണെങ്കിൽ നല്ല സാധനവും നമുക്ക് കിട്ടും, ഒത്തിരി കളക്ഷൻസും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ജേഡുവിൻ്റെ ഫേവറേറ്റ് പ്ലേസിലാണ് കേട്ടോ. ഇവിടെ പോയില്ലെങ്കിൽ പിന്നെ കലാപമോ. ജേഡുവിന് കുറേ ബുക്സ് നോക്കാൻ, വാങ്ങിച്ചൊന്നും ഇല്ലെങ്കിലും പുള്ളിക്ക് നോക്കണം. കുറേ ഡോഗുമാനും വിംബി കിഡും ഒക്കെ. ഇതുണ്ട് ഈ ഒരു ബുക്കിൻ്റെ പേര് നോക്കി, ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ് എന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബുക്കാണെങ്കിലും കൊള്ളാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ലുലുവിൽ പോയി കുറേ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ വീക്കെൻഡ് ആകുമ്പോഴും ഞാൻ വിചാരിക്കും ഈ ആഴ്ച ഓൺലൈനിൽ വാങ്ങിക്കണം പോരുന്നു, പക്ഷേ നേരിട്ട് പോയി നോക്കും. ഇത് കണ്ട് ഞാനത് കാണിക്കാൻ കാര്യം സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്, കുറേ വെറൈറ്റി സ്വീറ്റ് പൊട്ടറ്റോ. ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ ഏത് 21 ദിറംസ് 22 ദിറംസ് എങ്ങാണ്ട്, ഏത് തായ്ലൻഡിൻ്റെ അല്ല ഇന്തോനേഷ്യയുടെ. ഇനിവേ ഞാനത് വാങ്ങിച്ചു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ ജസ്റ്റിമോ നോക്കിയാൽ ജ്യൂസ് സെക്ഷനിൽ നിൽക്കുന്നത് ജ്യൂസ് കുമ്മട്ടിക്ക ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇത് അവസാനം ബില്ലിംഗ് സെഷന് വന്നു. ബില്ലിംഗ് സെഷന് നമ്മൾ കുറേ സാധനങ്ങൾ എടുത്ത് മാറ്റും കേട്ടോ. ജേഡു ട്രോളിയിൽ വെച്ച സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്നാണ് വേർതിരിച്ച് മാറ്റുന്നത്. ഇതിനി എനിക്ക് മടക്കാനുള്ള തുണിയാണ്.
പുസ്തകം പൊതിച്ചിൽ കഴിഞ്ഞു. അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ കടന്നു. തുണിയെല്ലാം ഞാൻ മടക്കി കട്ടിലേ വെച്ചു. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ കബോർഡെല്ലാം ഭയങ്കരമായിട്ട് മെസ്സായിട്ട് കിടക്കുക. കുറേ ദിവസങ്ങളായിട്ട് വിചാരിക്കുന്നു ഒന്ന് അടുക്കി പെറുക്കണമെന്ന്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പണി തുടങ്ങുന്ന ദിവസം നമുക്ക് ഭയങ്കര പണിയായിരിക്കുമല്ലോ. ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല, മൊത്തത്തോടെ മടിയാണ്. എന്തെങ്കിലും പണി ചെയ്ത് തുടങ്ങിയാൽ പിന്നെ അന്നത്തെ ദിവസം പണിയോട് പണിയാണ്. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. ഇത് കണ്ടോ ഒരു ചട്ട അടുക്കി പെറുക്കിയപ്പോൾ എനിക്ക് കിട്ടത് എനിക്ക് ചേരുന്നില്ല. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ ഏതൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്പ്പിച്ചതാണ് കേട്ടോ ചട്ട. എനിക്ക് ചേരുന്നുണ്ടെന്ന് പറയണേ. അത് ഞാൻ കളയാതെ സൂക്ഷിച്ച് വെച്ചിരുന്ന. അങ്ങനെ ഞാൻ ആദ്യം എൻ്റെ കബോർഡ് അടുക്കി. ഈ ഒരു ടീഷർട്ട് കണ്ടോ, ഇത് ജസ്റ്റിയുടെ ഒരു ടീഷർട്ട് കുറേ വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. ഇതിപ്പം അന്ന് പിന്നെ ജസ്റ്റിക്ക് ടൈറ്റായി, ഇപ്പം ഞാനിടുന്നു. ഇപ്പം അത് എനിക്കും ടൈറ്റായി. ഇനിയിപ്പോൾ ജേഡുവിന് കൊടുക്കാം. എന്നാലും ഞാൻ കളയാതെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടുക്കുന്നതിനിടയ്ക്ക് ഒരാൾ വന്നു. ഞാൻ അടുക്കി പെറുക്കിയപ്പോൾ ജേഡുവിൻ്റെ പെസിഫയറൊക്കെ അവിടെ നിന്ന് കിട്ടി. അതൊക്കെ അപ്പോൾ അവന് പഴയ നൊസ്റ്റു അടിച്ചെന്ന് തോന്നുന്നു. അത് പണ്ട് ഉടുപ്പയിൽ കുത്തി വെക്കുന്ന പോലെ തന്നെ ജേഡു ടീഷർട്ടിലൊക്കെ കുത്തി വെച്ച് കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന എനിക്ക് കളയാൻ തോന്നിയില്ല കേട്ടോ. ഞാൻ ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും കേട്ടോ. ജേഡുവിൻ്റെ ഒരു കുഞ്ഞി ഉടുപ്പ്, ജേഡുവിൻ്റെ പെസിഫയർ എന്തോ ഇത് കണ്ടോ, ഇതാണ് ജേഡുവിൻ്റെ കുഞ്ഞി ഉടുപ്പ്. വന്നു കാണിച്ച് ഉടുപ്പ് കാണിച്ച കുഞ്ഞു ജേഡുവിൻ്റെ. ഇത് അമ്മ പാത്ത് വെച്ചിരുന്ന കുഞ്ഞു ജേഡുവിൻ്റെ. കാണിച്ച് വെച്ച് ദേഹത്ത് വെച്ച് കാണിച്ചേ. ദേഹത്ത് വെച്ച് കാലല്ലടോ. കുഞ്ഞു ജേഡുവിൻ്റെ ഡ്രസ്സാണോ അത്? എന്ത്? അതാണ്ട് കുഞ്ഞു ചേടു ഇട്ടിരുന്ന സെയിം ഡ്രസ്. ആ ഡ്രസ്സാണ് ഈ ഡ്രസ്സ് കേട്ടോ. അങ്ങനെ കുറേ നേരം ജേടുവിൻ്റെ പഴയ കുഞ്ഞ് ഡ്രസ്സൊക്കെ വെച്ച് കളിച്ചു. അവന് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ ബാക്കിയുള്ള മടക്കൽ സെക്ഷനിലേക്ക് പിന്നെ ഞാൻ കടന്നു. ഇത് കണ്ടോ, ഞാൻ ജസ്റ്റിയുടെ കബോർഡ് മടക്കിയപ്പോൾ കിട്ടിയ സാധനങ്ങളാണ്. ഇപ്പോഴും ജസ്റ്റി പ്രൈസ് ടാഗ് പോലും കളയാത്ത സാധനങ്ങൾ എന്നോ വാങ്ങിച്ചു വെച്ചതാണ്. ജസ്റ്റ് വലിയ കളിയാക്കി ഈ വീട്ടിൽ ഏറ്റവും കുറച്ച് കബോർഡ് സ്പേസ് യൂസ് ചെയ്യുന്ന ഞാനാണ്. മുഴുവൻ ജസ്റ്റിയുടെ ആണ്. ആരെങ്കിലും വിശ്വസിക്കും? നോക്കൂ ഗായ്സ്, നോക്കൂ. നിന്റെയോ? ഇത് മുഴുവൻ ജസ്റ്റിയുടെ ടീഷർട്ടുകൾ. ഇത് ജസ്റ്റ് പുറത്തിടുന്ന ടീഷർട്ട്. ഇത് ജസ്റ്റ് വീട്ടിൽ നേറ്റിയിടുന്ന ടീഷർട്ട്. നല്ല ഒന്നുമില്ല. അത് നല്ലതാന്ന് തോന്നി. ഇതല്ലേ? എനിക്ക് മാറിപ്പോയത്, അതിന് നോ പ്രോബ്ലം. പിന്നെ ഇത് ജസ്റ്റ് കോളറുള്ള ടീഷർട്ട്. ഇത് കോളറുള്ള മറ്റൊരു ടീഷർട്ട്. ഇല്ലാത്ത കളറൊന്നും ഇല്ലല്ലോ. ഇത് മുഴുവൻ ജസ്റ്റിയുടെ ഷർട്ടുകൾ, ഓഫീസിൽ ഇടുന്ന ഷർട്ടുകളാണ്. തത്തപ്പച്ച തൊട്ട് എല്ലാ പച്ചകളും മഞ്ഞകൾ. അങ്ങനെ ലാസ്റ്റ് ജസ്റ്റിയുടെ കബോർഡും വൃത്തിയാക്കി. ഞാൻ എൻ്റെ കബോർഡ് ക്ലീൻ ആക്കിയപ്പോൾ ജസ്റ്റ് പറഞ്ഞു അതെല്ലാം അവിടെ വെച്ചൊരു ഞാൻ ചെയ്തേക്കാമെന്ന്. അതൊന്നും ചെയ്യാൻ പോകുന്നില്ല, ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. അവസാനം തുണിയെല്ലാം മടക്കി കഴിഞ്ഞപ്പം പിന്നെ മെഡിസിൻ്റെ സെക്ഷനായി. ഇത് കണ്ടു, ഈ മെഡിസിൻസും ഈ ക്രീമുകളും എല്ലാം നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതല്ല. ഇവിടെ UAE നമുക്ക് മെഡിസിൻസും ബാക്കി കാര്യങ്ങളും ഡോക്ടർ കൺസൾട്ടേഷനും ഒക്കെ ഫ്രീയാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടുന്നു. എനിക്ക് ഒരു 2 കവർ നിറച്ച് ഫുൾ എക്സ്പയർ ആയ മെഡിസിൻസാണ്. അതെല്ലാം ഞാൻ മാറ്റി എക്സ്പയർ ആവാത്തതൊക്കെ അടുക്കി വെച്ചു. അങ്ങനെ ഒത്തിരി മെഡിസിൻസൊക്കെ നമുക്ക് ഒത്തിരി കിട്ടും കേട്ടോ, മെഡിസിൻസും ക്രീമും എല്ലാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനമായപ്പോൾ ജസ്റ്റ് പറഞ്ഞു ഇന്ന് അടുക്കിപ്പറക്കും ക്ലീനിങ്ങും എല്ലാം അടുത്തല്ല, നമുക്ക് ഹൈ റേഞ്ചിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹൈ റേഞ്ച് റെസ്റ്റോറൻറ്റിൽ പോയി. ഇത് കണ്ടു, അവിടെ ആദ്യം നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റാർട്ടർ. ഒരു പാനിപ്പൂരിയുടെ ആ കവറിന് ആ സാധനത്തിനകത്ത് പീനട്ടും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു സ്റ്റാർട്ടർ കേട്ടോ. അത് ഞാൻ ആർക്കും കൊടുത്തില്ല, ഞാൻ തന്നെ കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സാധനം. അങ്ങനെ അതെല്ലാം ഞാൻ അകത്താക്കി. ഇത് ജേഡുവിന് ഇഷ്ടമുള്ള ലോലിപ്പോപ്പ് വാങ്ങിച്ചു. ഇത് നോക്കിയാൽ സിംഹത്തിൻ്റെ പുലിമട പോലെ അല്ലേ, എല്ലുകൾ മാത്രം ബാക്കി. ജേഡു ലോലിപ്പോപ്പ് കഴിച്ചിട്ട് മിച്ചം വെച്ചേക്കുന്ന. പിന്നെ ജസ്റ്റിക്ക് ഇഷ്ടമുള്ള അയല വറുത്തത് വാങ്ങിച്ചു, ബീഫ് കറി വാങ്ങിച്ചു, കപ്പയുണ്ടായിരുന്നു, നല്ല കള്ളപ്പം ഉണ്ടായിരുന്നു, ദോശയുണ്ടായിരുന്നു, നല്ല നാടൻ കട്ടൻ കാപ്പി ഉണ്ടായിരുന്നു. ഈ ഒരു കോമ്പിനേഷൻ നോക്കി, ഉണക്കമീൻ വറുത്തത്, തെരണ്ടിയുണ്ട്, മുള്ളൻ ഫിഷ് ഉണ്ട്, മത്തി വറുത്തതുണ്ട്, ചമ്മന്തിയുണ്ട്. അപ്പം നിങ്ങൾ പറയുമോ ഞാൻ ഇതെല്ലാം തിന്നൊന്നുമില്ല, ഞാൻ ഈ ഒരു സൂപ്പ് മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ. അപ്പം ടാറ്റാ, ബൈ, സീ യു.